സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്ന ആശാവർക്കർമാർക്ക് വിഷുക്കൈ നീട്ടത്തിനൊപ്പം 12,000 രൂപയും സമ്മാനിച്ച് വൈക്കം തലയാഴം പഞ്ചായത്ത് അംഗം പ്രീജു കെ ശശി. മാത്രമല്ല, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെല്ലാം വിഷുക്കൈ നീട്ടവും നൽകിയാണ് അദ്ദേഹം വിഷു ആഘോഷിക്കുന്നത്. വൈക്കം തലയാഴം പഞ്ചായത്തിലെ 8ാം വാർഡ് അംഗമാണ് പ്രീജു കെ ശശി. സന്നദ്ധ പ്രവർത്തനങ്ങളും മറ്റുമായി സജീവമാണ് അദ്ദേഹം. അവകാശങ്ങൾക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാ വർക്കർമാർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ വിഷു. തന്റെ വാർഡിൽ നിന്ന് ആശാ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർ മഹിളാ മണിക്ക് വിഷു കൈനീട്ടവും 12,000 രൂപയും സമ്മാനിച്ചു അദ്ദേഹം. സർക്കാരിന്റെ അവഗണനയ്ക്ക് മറുപടിയാണ് ഈ ചേർത്തു നിർത്തൽ. മുഖ്യമന്ത്രിയോ മറ്റുള്ള മന്ത്രിമാരൊന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. വ്യാപക സമരവും നിരാഹാര സമരമാണ് നടക്കുന്നത്. ഞാൻ ഇന്നലെയും പോയിട്ട് വന്നതാണ്. അതിന് വേണ്ടിയിട്ട് എല്ലായിടത്തും മെമ്പർമാരെല്ലാവരെയും അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ പോയതുമൊക്കെ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വാർഡ് മെമ്പർ ഇങ്ങനെ ചെയ്യുമെന്നതിന് ഒരിക്കലും പ്രതീക്ഷയില്ല. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു പുറമെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വിഷു കൈനീട്ടം നൽകി അവരുടെ പ്രിയ മെമ്പർ. മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ കല്യാണിക്കും അമ്മിണിയമ്മയ്ക്കും 236 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൈനീട്ടം സമ്മാനിച്ചു. എന്നെ മെമ്പറാക്കിയ എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും വിഷുക്കൈ നീട്ടം കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നി. കാരണം അവരോട് എനിക്ക് അത്രയും സ്നേഹമാണ്. എൻ്റെ അമ്മമാരും എൻ്റെ അമ്മക്ക് കൊടുക്കുന്നത് പോലെ, എൻ്റെ അച്ഛന് കൊടുക്കുന്നത് പോലെ, എൻ്റെ സഹോദരിക്ക് കൊടുക്കുന്നത് പോലെ, സഹോദരിയുടെ മക്കൾക്ക് കൊടുക്കുന്നത് പോലെയാണ് ഞാൻ എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും. അതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ വിഷുക്കൈ നീട്ടം വാങ്ങി അടുത്ത ഒരു വർഷത്തേക്ക് അവരുടെ കൈകളിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. 4.5 ലക്ഷം രൂപയോളം വരുന്ന ചികിത്സാ സഹായങ്ങളും കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ വാർഡിൽ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. തലയാഴം പഞ്ചായത്തിലെ ഏക BJP പ്രതിനിധിയായ പ്രീജു കെ ശശി BJP വൈക്കം മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ജനം, കോട്ടയം.